ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് അന്വേഷണം പോകുമ്പോൾ, സ്വർണ്ണക്കൊള്ളയുടെ ആഗോള ബന്ധങ്ങൾ അന്വേഷിക്കുമ്പോൾ SITക്ക് പരിമിതിയുണ്ട്. അപ്പോൾ CBI അന്വേഷിക്കേണ്ടി വരും, അത് നന്നാകും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പോൾ SITയുടെ അന്വേഷണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം എല്ലാവർക്കും സ്വീകാര്യമാണ്, ആർക്കും ഒരു പരാതിയുമില്ല. ഇപ്പോഴിതാ അതേ SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ആരാണ് അടൂർ പ്രകാശ്? കോൺഗ്രസിന്റെ MP ആണ്. മാത്രമല്ല UDFന്റെ കൺവീനർ കൂടിയാണ്. UDFന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് MP ആണ്. അടൂർ പ്രകാശ് MPയും UDF കൺവീനറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം കാണാനാണ് അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അടൂർ പ്രകാശിൽ മാത്രം നിൽക്കുമോ? നിൽക്കില്ല. ആന്റോ ആന്റണിയെ വിളിപ്പിക്കേണ്ടി വരും. ആന്റോ ആന്റണി MP കോൺഗ്രസിന്റെ MP ആണ്. ആന്റോ ആന്റണിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ചോദ്യം ചെയ്യുകയാണ് എന്നൊന്നും പറയുന്നില്ല. അടൂർ പ്രകാശിനെ വിളിച്ചിരിക്കുന്നത് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ന് ആരായാൻ മാത്രമാണ്. ചോദ്യം ചെയ്യാനല്ല, മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ചോദ്യം ചെയ്യുക അതിനുശേഷമാണ്. ഈ ബന്ധത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടിൽ അടൂർ പ്രകാശിന് ബന്ധമുണ്ട് എങ്കിൽ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വിളിക്കും, സംശയമേ വേണ്ട. അതേപോലെ തന്നെ ആദ്യ ഘട്ടത്തിൽ ആന്റോ ആന്റണിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. എന്താണ് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം? അത് വിശദീകരിക്കാനാണ് പറയുക. ആ വിശദീകരിച്ച കാര്യങ്ങളിൽ കള്ളത്തരമുണ്ടെങ്കിൽ, അസ്വാഭാവികതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതുമാത്രം മതിയോ? അവിടെ നിൽക്കുമോ? നിൽക്കില്ല. എന്താണ് സോണിയാഗാന്ധിയുമായുള്ള ബന്ധം? സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ എന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുമായുള്ള ബന്ധം അത് എന്താണ് എന്നുകൂടി അറിയണ്ടേ, മനസ്സിലാക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സോണിയാഗാന്ധിയിൽ നിന്നും വിവരങ്ങൾ ആരായും. ചോദ്യം ചെയ്യലല്ല, വിവരങ്ങൾ ആരായും. ആ വിവരങ്ങൾ ആരായുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യേണ്ടി വരും സോണിയാഗാന്ധിയെ. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച്. CPIMനെതിരെ വലിയ സമരങ്ങൾ നടത്തുകയും CPIMന്റെ ഉന്നത നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഉൾപ്പെട്ടാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവും UDF നേതാക്കളുമാണ്, കോൺഗ്രസ് നേതാക്കളാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെയും UDF നേതാക്കളെയും സഹായിക്കാൻ നമ്മുടെ മാധ്യമങ്ങളുമുണ്ട്. ഇന്നത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മാത്രം മതിയാകും എന്താണ് മാധ്യമങ്ങളുടെ സമീപനം എന്ന്. കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന്, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു, അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇതാ സർക്കാരിലേക്കും എത്തിയിരിക്കുന്നു, ഇതാ ഉന്നത നേതാവിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. എന്ന് വെച്ചാൽ ആരാണ്? ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അംഗമായ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അറിയാതെ എന്തെങ്കിലും ചെയ്യുമോ കടകംപള്ളി സുരേന്ദ്രൻ? ആ ചോദ്യം ഉയർത്തി പിണറായി വിജയനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് കേരളത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നത് UDFന് വേണ്ടി. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് SIT, UDFന് യാതൊരു എതിർപ്പുമില്ല അവരുടെ പ്രവർത്തനത്തിൽ. ആ SIT ആണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ, UDF കൺവീനറെ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആന്റോ ആന്റണിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അത് കഴിഞ്ഞാൽ സാക്ഷാൽ സോണിയാഗാന്ധിയിൽ നിന്നും വിവരങ്ങൾ ആരായും, മൊഴി രേഖപ്പെടുത്തും. കേസ് അതിൻ്റെ എല്ലാ ഗതിയും വിട്ട്
മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് എന്ന് പറയേണ്ടി വരും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-നെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആയുധമാക്കി UDF-ന് അത് വലിയ നേട്ടമാക്കി മാറ്റാൻ കഴിയും. സുവർണാവസരമാണ്. LDF-നെ CPM-നെ ആക്രമിക്കാൻ കിട്ടിയ നല്ലൊരു ആയുധമാണ് എന്ന് കരുതി കാത്തിരുന്ന UDF നേതാക്കൾക്ക് ഇതാ ലഭിച്ചിരിക്കുന്നു വമ്പൻ തിരിച്ചടി. ചെറിയ തിരിച്ചടിയല്ല, വമ്പൻ തിരിച്ചടി. അതിന് മറുപടി പറയാൻ UDF നേതാക്കൾ ഒന്ന് കുഴയും. സോണിയാഗാന്ധിയിലേക്ക് SIT എത്തിയാൽ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും. അപ്പോൾ SITയുടെ അന്വേഷണം പോരാ, CBIയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടേണ്ടി വരും. CBIയുടെ അന്വേഷണം വന്നാൽ സംശയം വേണ്ട, വളരെ എളുപ്പത്തിൽ സോണിയാഗാന്ധിക്ക് എതിരെയുള്ള നീക്കം BJP നേതൃത്വം തന്നെ, ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് നടത്തുകയും ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? സ്വയം കുഴിച്ച കുഴിയിൽ വീണ് പിടയുന്ന UDF-നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.